നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഒരു വാഹനത്തിൻ്റെ ക്രയവിക്രയം നടക്കുമ്പോൾ RCയിൽ പേര് മാറ്റുന്നത് എങ്ങനെയെന്നാണ്. വാഹനം വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോൾ വാങ്ങുന്ന വ്യക്തിയും വിൽക്കുന്ന വ്യക്തിയും ചേർന്ന് RC ഡോക്യുമെൻറ്റിൽ വിൽക്കുന്നയാളുടെ പേര് മാറ്റി വാങ്ങുന്നയാളുടെ പേര് RTO ഓഫീസ് വഴി മാറ്റണം. ഇത് നമുക്ക് ഓൺലൈനായി വീട്ടിലിരുന്ന് ചെയ്യാം. അതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് ചെയ്യുന്ന ലൈവ് വീഡിയോ ഡെമോ കാണാം. ഇതിന് പരിവഹൻ.gov.in എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യണം. ഇവിടെ അണ്ടർ വെഹിക്കിൾ റിലേറ്റഡ് സർവീസിൽ അതർ സർവീസിന് കീഴിലാണ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് വരുന്നത്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ആകുന്ന വിൻഡോയിൽ സ്റ്റേറ്റ് കേരള എന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കണം. ഈ ചെക്ക് ബോക്സ് ചെക്ക് ചെയ്ത് പ്രൊസീഡ് ക്ലിക്ക് ചെയ്താൽ വരുന്ന സർവീസ് ഇൻഫർമേഷൻ ചാർട്ടിലും പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കാണുന്ന ഈ ഓപ്ഷനിൽ നിന്ന് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ടു സെല്ലർ ക്ലിക്ക് ചെയ്ത് ഈ ഇൻസ്ട്രക്ഷൻസ് മനസ്സിലാക്കി ചെക്ക് ബോക്സ് ചെക്ക് ചെയ്ത് പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് വെഹിക്കിൾ ഡീറ്റെയിൽസ് ചേർക്കണം. ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ കാണാം. ചേസിസ് നമ്പറിൻ്റെ ലാസ്റ്റ് 5 ഡിജിറ്റ്സ് ഇവിടെ കൊടുത്ത് വ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് യൂസിങ് മൊബൈൽ OTP. അപ്പോൾ നമ്മൾ വണ്ടിയുടെ രജിസ്ട്രേഷനൊപ്പം RTOയിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് കാണാം. ജനറേറ്റ് OTP ക്ലിക്ക് ചെയ്താൽ ഈ മൊബൈലിൽ OTP കിട്ടും. ഇത് ഇവിടെ എൻ്റർ ചെയ്യണം. സബ്മിറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആപ്ലിക്കേഷൻ എൻട്രി ഫോം ഓപ്പൺ ആയി കിട്ടും. ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ചൂസ് ചെയ്ത് വാങ്ങുന്ന വ്യക്തിയുടെ ഡീറ്റെയിൽസ് ഇവിടെ ചേർക്കണം. അതിനുശേഷം പ്ലീസ് കൺഫേം ദ ട്രാൻസ്ഫറി ഡീറ്റെയിൽസ് ആർ കറക്റ്റ് എന്നതിന് നേരെയുള്ള ബോക്സ് ചെക്ക് ചെയ്ത് സേവ് ഡ്രാഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. ഇത് നോട്ട് ചെയ്ത് വയ്ക്കണം. ഓക്കെ ക്ലിക്ക് ചെയ്താൽ ഹോം പേജിൽ വരും. വീണ്ടും വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്ത് പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ടു ബയേഴ്സ് ക്ലിക്ക് ചെയ്ത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ ക്ലിക്ക് ചെയ്യണം. ജനറേറ്റ് OTP ക്ലിക്ക് ചെയ്താൽ നമ്മൾ ബയേഴ്സ് ഡീറ്റെയിൽസിൽ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പറിൽ ഒരു OTP വരും. ഈ OTP ഇവിടെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. ഇപ്പോൾ ഓപ്പണായി വരുന്ന എൻട്രി ഫോമിൽ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പിൻ്റെ ചെക്ക് ബോക്സ് ചെക്ക് ചെയ്ത് വാഹനം വാങ്ങുന്ന വ്യക്തിയുടെ അഡ്രസ്, വണ്ടിയുടെ ഇൻഷുറൻസ് ഡീറ്റെയിൽസ്, ഏത് RTOയുടെ കീഴിലാണ് അവർ വരുന്നതെന്നും PUC ഡീറ്റെയിൽസ് മുതലായവ കൊടുത്താൽ ഫീ പാനൽ കാണാം. ഇവിടെ പോസ്റ്റേജ് ഫീസ് 45 രൂപയും ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഫീസ് 300 രൂപയുമാണ്. ഇപ്പോൾ PVC പെറ്റി കാർഡ് ലഭിക്കുന്നതിന് 200 രൂപ കൂടി കൊടുക്കണം. പേ നൗ ക്ലിക്ക് ചെയ്ത് ഈ ചെക്ക് ബോക്സും ചെക്ക് ചെയ്ത് കൺഫേം ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്താൽ പേയ്മെൻറ്റ് ഗേറ്റ്വേ ഓപ്പൺ ആകും. ഇവിടെ ഈ ട്രഷറി സെലക്ട് ചെയ്യണം. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് നടത്താം. പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയാൽ നമുക്ക് റെസിപ്റ്റിൻ്റെയും ഫോം 29, ഫോം 30 ഈ 2 ഫോമുകളുടെയും പ്രിൻ്റ് ഔട്ട് എടുക്കാം. ഫോം 29ൽ ഇവിടെ വിൽക്കുന്ന വ്യക്തിയുടെ സിഗ്നേച്ചർ വേണം. ഹൈപ്പോത്തിക്കേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ഫിനാൻസറുടെ സിഗ്നേച്ചറും വിൽക്കുന്നയാളുടെ സിഗ്നേച്ചറും വേണം. ഫോം 30ൽ വാങ്ങുന്ന വ്യക്തിയും വിൽക്കുന്ന വ്യക്തിയും സൈൻ ചെയ്യണം. ഹൈപ്പോത്തിക്കേഷൻ ഉണ്ടെങ്കിൽ ഫിനാൻസറുടെ സിഗ്നേച്ചറും വേണം. ഹൈപ്പോത്തിക്കേഷൻ ഇല്ല എങ്കിൽ ഫോം 30ൽ വാങ്ങുന്ന വ്യക്തിയുടെയും വിൽക്കുന്ന വ്യക്തിയുടെയും സിഗ്നേച്ചർ മതി. ഈ ഫോം 29ഉം ഫോം 30യും RC, ഇൻഷുറൻസ്, PUC, ആധാർ കാർഡ്, പാൻ കാർഡ് ഇവ JPEG ഫോർമാറ്റിലോ PDF ഫോർമാറ്റിലോ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഫയൽ സെലക്ട് ചെയ്ത് അപ്ലോഡ് ക്ലിക്ക് ചെയ്താൽ ഇത് പരിവഹൻ സൈറ്റിൽ സേവ് ആകും.
റൈറ്റ് സൈഡിൽ കാണുന്ന ഐ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് കാണാം. എല്ലാം അപ്ലോഡ് ചെയ്ത ശേഷം പ്രൊസീഡ് ഫർദറിൽ ക്ലിക്ക് ചെയ്ത് ഫൈനൽ സബ്മിറ്റ് കൊടുക്കാം. അപ്പോൾ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് കൺഫേം മെസ്സേജിൽ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് വരും. ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഹോം പേജിലേക്ക് പോകാം. ഇനി ഒറിജിനൽ RC, ഇൻഷുറൻസിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി, PUC കോപ്പി, വാങ്ങിയ വ്യക്തിയുടെ ആധാർ, അഡ്രസ് പ്രൂഫ്, കോപ്പി ഓഫ് പാൻ കാർഡ്, സൈൻ ചെയ്ത ഫോം 29, ഫോം 30, പേയ്മെൻറ്റ് റെസിപ്റ്റ് ഇവ വാങ്ങിയ വ്യക്തിയുടെ RTO ഓഫീസിൽ കൊടുക്കണം. RCയിൽ പേര് മാറ്റി കിട്ടിയ ശേഷം ഇൻഷുറൻസും വാങ്ങിയ വ്യക്തിയുടെ പേരിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് അറിയണമെങ്കിൽ പരിവഹൻ.gov.in എന്ന സൈറ്റിൽ വീണ്ടും വന്ന് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് സെലക്ട് ചെയ്ത് സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് വെഹിക്കിൾ നമ്പർ കൊടുത്ത് പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് ഇവിടെ സ്റ്റാറ്റസിൽ നോ യുവർ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യണം. ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ, ക്യാപ്ച ഇവ കൊടുത്ത് സബ്മിറ്റ് ചെയ്താൽ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് കാണാം. ഞാൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് 5 ദിവസങ്ങൾക്ക് ശേഷം സ്റ്റാറ്റസ് നോക്കിയപ്പോൾ RC ഡിസ്പാച്ച് ചെയ്തതായി സ്റ്റാറ്റസ് കണ്ടു. ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് നമ്മുടെ പുതിയ RC തപാലിൽ വീട്ടിൽ കിട്ടും. ഇതാണ് വണ്ടിയുടെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയർ. ഇനി മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം. ബൈ.